അധ്യായം 9. അരുളപ്പാട്. കർത്താവിന്റെ വചനം ഹദ്രാക്ക് ദേശത്തിനെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദമാസ്കസിന്റെ മേൽ പതിക്കും. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ പോലെ തന്നെ ആരാമിന്റെ നഗരങ്ങളും കർത്താവിൻ്റെതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാത്തും കൗശലമേറിയതെങ്കിലും തൈറും സീദോനും കർത്താവിൻ്റേത് തന്നെ. തൈർ ഒരു കോട്ട പണിതു. പൊടി പോലെ വെള്ളിയും തെരുവിലെ ചെളി പോലെ സ്വർണവും കൂന കൂടി. എന്നാൽ കർത്താവ് അവളുടെ സമ്പത്ത് അപഹരിക്കും. അവളുടെ ധനം കടലിൽ എറിയും. അവളെ അഗ്നി വിഴുങ്ങും. അഷ്കലോൺ അത് കണ്ട് ഭയപ്പെടും. ഗാസ കഠിന വേദനയാൽ പുളയും. ആശ തകർന്ന എക്രോണിനും ഇത് തന്നെ സംഭവിക്കും. ഗാസായിൽ രാജാവില്ലാതാകും. അഷ്കലോൺ വിജനമാകും. അഷ്ദോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫിലിസ്തീനയുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തും. അവർ ഇനിമേൽ രക്തവും മ്ലേച്ഛ മാംസവും ഭക്ഷിക്കുകയില്ല. അവരും നമ്മുടെ ദൈവത്തിന്റെ അവശിഷ്ട ജനമാകും. അവർ യൂദായിലെ ഒരു കുലത്തെ പോലെയാകും. യക്രോൺ ജബൂസരെ പോലെയാകും. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറൂസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യൂദായെ ഞാൻ എന്റെ വില്ലായി കുലച്ചിരിക്കുന്നു. എഫ്രായിമിനെ അസ്ത്രമായി അതിൽ തൊടുത്തിരിക്കുന്നു. സിയോനെ, നിന്റെ പുത്രന്മാരെ ഞാൻ ഗ്രീസിന്റെ പുത്രന്മാരുടെ നേരെ ചുഴറ്റും. നിന്നെ യോദ്ധാവിന്റെ വാൾ പോലെ വീശും. കർത്താവ് അവർക്ക് മീതെ പ്രത്യക്ഷനാകും. അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പായും. ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് അവർ കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. അവർ വീഞ്ഞെന്ന പോലെ രക്തം കുടിച്ച് കുടമെന്ന പോലെ നിറയും. ബലിപീഠത്തിന്റെ കോണുകൾ എന്ന പോലെ കുതിരും. അന്ന് അവരുടെ ദൈവമായ കർത്താവ് തന്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. അത് എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ് യുവതികളെയും പുഷ്ടിപ്പെടുത്തും. അധ്യായം 10. വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലമ്പുന്നു. ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു. സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പീഡനമേറ്റലയുന്നു. ഇടയന്മാരുടെ നേരെ എന്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. നേതാക്കന്മാരെ ഞാൻ ശിക്ഷിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തന്റെ അജഗണത്തെ, യൂദാഭവനത്തെ പരിപാലിക്കുന്നു. അവിടുന്ന് അവരെ ഉദ്ധതമായ പടക്കുതിരയാക്കും. അവരിൽ നിന്ന് മൂലക്കല്ലും കൂടാരക്കുറ്റിയും പുറപ്പെടും. പടവില്ലും രാജാക്കന്മാരും അവരിൽ നിന്ന് വരും. ശത്രുക്കളെ തെരുവിലെ ചെളിയിൽ ചവിട്ടി അരയ്ക്കുന്ന യുദ്ധവീരന്മാരെ പോലെ ആയിരിക്കും അവർ. കർത്താവ് കൂടെയുള്ളതുകൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും. ഞാൻ യൂദാഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിന്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും. അവരുടെ മേൽ അലിവ് തോന്നി ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെ ആയിരിക്കും അവർ. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ അവർക്ക് ഉത്തരമരുളും.
എഫ്രായിം വീരയോദ്ധാവിനെ പോലെയാകും. വീഞ്ഞുകൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും. അവരുടെ മക്കൾ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു. അവർ പണ്ടത്തെ പോലെ അസംഖ്യമാകും. ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചെങ്കിലും വിദൂരദേശങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും. അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും. ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. അസീറിയയിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ ഗിലയാദിലേക്കും ലെബനോനിലേക്കും കൊണ്ടുവരും. അവിടെ ഇടമില്ലാതെയാകും. അവർ ഈജിപ്ത് കടലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ അടിക്കും. നൈലിന്റെ ആഴങ്ങൾ വറ്റിപ്പോകും. അസീറിയയുടെ അഹങ്കാരം ശമിക്കും. ഈജിപ്തിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകും. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അധ്യായം 11. ലബനോനെ, നിന്റെ വാതിലുകൾ തുറക്കുക. അഗ്നി നിന്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. സരളവൃക്ഷമേ, വിലപിക്കുക. ദേവദാരു നിപതിച്ചു, വിശിഷ്ട വൃക്ഷങ്ങൾ നശിച്ചു. ബാഷാനിലെ കരിവേലകമേ, വിലപിക്കുക. നിബിഡ വനങ്ങൾ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. ഇതാ, ഇടയന്മാർ നിലവിളിക്കുന്നു. അവരുടെ മഹത്വം അപഹരിക്കപ്പെട്ടു. ഇതാ, സിംഹങ്ങൾ ഗർജിക്കുന്നു. ജോർദാൻ വനം ശൂന്യമായിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു. കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആടുകളുടെ ഇടയനാവുക. വാങ്ങുന്നവർ അവയെ കൊല്ലുന്നു. അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അവയെ വിൽക്കുന്നവർ പറയുന്നു, കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ധനികനായി. സ്വന്തം ഇടയന്മാർക്കു പോലും അവയോട് കരുണയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു. ദേശത്ത് വസിക്കുന്നവരുടെ മേൽ ഇനി എനിക്ക് കരുണ തോന്നുകയില്ല. ഞാൻ അവരെ ഓരോരുത്തരെയും താങ്കളുടെ ഇടയന്റെയും രാജാവിന്റെയും പിടിയിൽ അകപ്പെടാൻ ഇടയാക്കും. അവർ ഭൂമിയെ ഞെരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആരെയും രക്ഷിക്കുകയില്ല. ഞാൻ ആടുവ്യാപാരികൾക്ക് വേണ്ടി കൊലയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ആടുകളുടെ ഇടയനായി. ഞാൻ 2 വടിയെടുത്തു. ഒന്നിന് കൃപയെന്നും രണ്ടാമത്തേതിന് ഐക്യം എന്നും പേരിട്ടു. ഞാൻ ആടുകളെ മേയിച്ചു. 1 മാസത്തിനുള്ളിൽ ഞാൻ 3 ഇടയന്മാരെ ഓടിച്ചു. ഞാൻ അവയെ കൊണ്ട് മടുത്തു. അവയ്ക്കെന്നോടും വെറുപ്പായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല. മരിക്കാനുള്ളത് മരിക്കട്ടെ, നശിക്കാനുള്ളത് നശിക്കട്ടെ. ശേഷിക്കുന്നവ പരസ്പരം വിഴുങ്ങട്ടെ. ഞാൻ കൃപയെന്ന വടിയെടുത്തൊടിച്ചു. അങ്ങനെ സകല ജനതകളുമായി ചെയ്ത എന്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി. അന്ന് തന്നെ അത് അസാധുവായി. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആടുവ്യാപാരികൾ ഇത് കർത്താവിന്റെ വചനമാണെന്നറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അവർ എന്റെ കൂലിയായി 30 ശെക്കൽ തൂക്കിത്തന്നു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അവർ എനിക്ക് മതിച്ച നല്ല വില. ഞാൻ ആ 30 ശെക്കൽ വെള്ളി കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ടു. പിന്നെ ഞാൻ ഐക്യം എന്ന വടി ഓടിച്ചു. ഞാൻ ഇസ്രായേലും യൂദായും തമ്മിലുള്ള സാഹോദര്യം അവസാനിപ്പിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചു, നീ ഇനി നീചനായ ഒരു ഇടയന്റെ വേഷമെടുക്കുക. ഞാൻ ദേശത്തേക്ക് ഒരു ഇടയനെ അയക്കും. അവൻ നശിക്കുന്നവയെ രക്ഷിക്കുകയോ വഴിതെറ്റിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ സുഖപ്പെടുത്തുകയോ ആരോഗ്യമുള്ളവയെ പോഷിപ്പിക്കുകയോ ചെയ്യാതെ കൊഴുത്തവയുടെ മാംസം തിന്നുന്നു, കുളമ്പുപോലും പറിച്ചെടുക്കുന്നു. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന എന്റെ നീചനായ ഇടയന് ദുരിതം. വാളവന്റെ കൈ ഛേദിക്കട്ടെ, വലത്തുകണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ. അവന്റെ കൈ പൂർണ്ണമായും ശോഷിച്ചു പോകട്ടെ. അവന്റെ വലത്തുകണ്ണ് തീർത്തും അന്ധമാകട്ടെ. അധ്യായം 12. അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിന്റെ അരുളപ്പാട്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യന്റെ പ്രാണനെ അവന്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു. ജെറൂസലേമിനെയും യൂദായെയും ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറൂസലേമിനെ
ഞാനൊരു പാനപാത്രമാക്കാൻ പോകുന്നു. അവർ അതിൽ നിന്ന് കുടിച്ചു വേച്ചു വീഴും. അന്ന് ഞാൻ ജെറൂസലേമിനെ ഭാരമേറിയ കല്ലാക്കും. അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ ഞാൻ അന്ധമാക്കുന്ന അന്ന് യൂദാഭവനത്തെ ഞാൻ കടാക്ഷിക്കും. യൂദായുടെ കുലങ്ങൾ പറയും, ജെറുസലേം നിവാസികൾക്ക് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. അന്നു ഞാൻ യൂദായുടെ കുലങ്ങളെ വിറകിന് നടുവിലിരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയും കറ്റകൾക്ക് നടുവിൽ പന്തമെന്ന പോലെയും ആക്കും. അവർ ചുറ്റുമുള്ള ജനതകളെ മുഴുവൻ സംഹരിക്കും. ജെറൂസലേമിൽ അപ്പോഴും നിവാസികളുണ്ടായിരിക്കും. ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മഹത്വം യൂദായുടെ മേൽ ഉയരാതിരിക്കേണ്ടതിന് കർത്താവ് ആദ്യം യൂദായുടെ നഗരങ്ങൾക്ക് വിജയം നൽകും. അന്ന് ജെറുസലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിലെ ഏറ്റവും ദുർബലനായവൻ അന്ന് ദാവീദിനെ പോലെയാകും. ദാവീദ് ഭവനം ദൈവത്തെപ്പോലെ, കർത്താവിന്റെ ദൂതനെപ്പോലെ അവരെ നയിക്കും. അന്ന് ഞാൻ ജെറൂസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറൂസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതിയെന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതിയെന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അന്ന് ഹദ്രിമോനെ പ്രതി മെഗിദോ സമതലത്തിലുണ്ടായ വിലാപം പോലെ ജെറൂസലേം വിലപിക്കും. ദേശത്തെ ഓരോ ഭവനവും പ്രത്യേകം പ്രത്യേകം വിലപിക്കും. ദാവീദ് ഭവനവും അവരുടെ സ്ത്രീകളും, നാഥാൻ ഭവനവും അവരുടെ സ്ത്രീകളും, ലേവി ഭവനവും അവരുടെ സ്ത്രീകളും, ഷിമെയി ഭവനവും അവരുടെ സ്ത്രീകളും, മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം പ്രത്യേകം വിലപിക്കും. അധ്യായം 13. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്നു ഞാൻ വിഗ്രഹങ്ങളുടെ നാമം ദേശത്തു നിന്ന് വിച്ഛേദിക്കും. അവയെ വിസ്മൃതിയിലാഴ്ത്തും. പ്രവാചകന്മാരെയും അശുദ്ധാത്മാവിനെയും ദേശത്തു നിന്ന് ഉന്മൂലനം ചെയ്യും. ഇനി ആരെങ്കിലും പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടാൽ അവന് ജന്മം നൽകിയ മാതാപിതാക്കൾ അവനോട് കർത്താവിന്റെ നാമത്തിൽ വ്യാജം സംസാരിക്കുന്നതിനാൽ നീ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ കുത്തിപ്പിളർക്കും. അന്ന് പ്രവചിക്കുന്ന ഓരോ പ്രവാചകനും തന്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. അതുകൊണ്ട് അവർ വഞ്ചിക്കാനായി രോമക്കുപ്പായം ധരിക്കുകയില്ല. അവൻ പറയും, ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനാണ്. ചെറുപ്പം മുതലേ ഭൂമിയാണ് എന്റെ സ്വത്ത്. നിന്റെ മുതുകിൽ കാണുന്ന ഈ മുറിവുകളെന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, സുഹൃത്തുക്കളുടെ വീട്ടിൽ വെച്ച് എനിക്കേറ്റ മുറിവുകളാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക. ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ മുന്നിൽ 2 ഭാഗം നശിപ്പിക്കപ്പെടും. 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും. സ്വർണമെന്ന പോലെ മാറ്റ് പരിശോധിക്കും. അവർ എന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അവർക്കുത്തരമരുളും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും, കർത്താവിന്റെ ദൈവമെന്ന് അവരും പറയും. അധ്യായം 14. ഇതാ കർത്താവിന്റെ ദിനം, നിന്നിൽ നിന്നെടുത്ത മുതൽ നിന്റെ മുൻപിൽ വെച്ച് തന്നെ പങ്കുവയ്ക്കുന്ന ദിനം വരുന്നു. ഞാൻ സകല ജനതകളെയും ഒരുമിച്ചു കൂട്ടി ജെറൂസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അവമാനിക്കുകയും ചെയ്യും. നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും. എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല. കർത്താവ് പുറപ്പെട്ട് യുദ്ധദിനത്തിലെന്ന പോലെ ആ ജനതകളോട് പൊരുതും. ജെറൂസലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്ന് നടുക്ക് വലിയൊരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും. എന്നാൽ ഈ താഴ്വര ആസാൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും.
യൂദാ രാജാവായ ഉസിയായുടെ കാലത്ത് ഭൂകമ്പമുണ്ടായപ്പോൾ നിങ്ങൾ ഓടിയതുപോലെ ഇപ്പോൾ ഓടും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. അന്ന് തണുപ്പോ മഞ്ഞോ ഉണ്ടാവുകയില്ല. അന്ന് തുടർച്ചയായി പകലായിരിക്കും. പകലും രാത്രിയുമല്ല, പകൽ മാത്രം. കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും. ഈ ദിനം കർത്താവിന് മാത്രം അറിയാം. അന്ന് ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് ഭൂമി മുഴുവന്റെയും രാജാവായി വാഴും. അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവിടത്തേക്ക് ഒരു നാമം മാത്രവും. ഗേബ മുതൽ ജെറുസലേമിന് തെക്ക് റിമ്മോൻ വരെ ദേശം മുഴുവൻ സമതലമായി മാറും. എന്നാൽ ജെറുസലം ബെഞ്ചമിൻ കവാടം മുതൽ പണ്ടത്തെ കവാടത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കോൺ കവാടം വരെയും ഹനാനേൽ ഗോപുരം മുതൽ രാജാവിന്റെ മുന്തിരി ചക്കുകൾ വരെയുമുള്ള സ്വസ്ഥാനത്ത് ഉയർന്നു നിൽക്കും. അവിടെ ആളുകൾ വസിക്കും. കാരണം ഇനിമേൽ അത് ശാപഗ്രസ്തമായിരിക്കുകയില്ല. ജെറുസലം സുരക്ഷിതമായി വസിക്കും. ജെറുസലേമിനോട് യുദ്ധം ചെയ്യുന്ന ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി ഇതാണ്. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞുപോകും. അവരുടെ കണ്ണ് കൺതടത്തിലും നാവ് വായിലും അഴുകും. അന്ന് കർത്താവ് അവരെ സംഭ്രാന്തരാക്കും. അവർ പരസ്പരം പിടികൂടും. ഒരുവൻ മറ്റൊരുവന്റെ നേരെ കൈ ഉയർത്തും. യൂദാ പോലും ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജനതകളുടെയും സമ്പത്ത്, ധാരാളം വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും ശേഖരിക്കപ്പെടും. അവരുടെ പാളയങ്ങളിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നിവയുടെയും മറ്റു മൃഗങ്ങളുടെയും മേൽ ഇതുപോലുള്ള ഒരു മഹാമാരി നിപതിക്കും. ജെറുസലേമിനെതിരെ വന്ന സർവ്വജനതകളിലും അവശേഷിക്കുന്നവർ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാര തിരുനാൾ ആചരിക്കാനും ആണ്ടുതോറും അവിടേക്ക് വരും. ഭൂമിയിലെ ഏതെങ്കിലും ഭവനം സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ ജെറുസലേമിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് മഴ ലഭിക്കുകയില്ല. ഈജിപ്ത് ഭവനം ആരാധിക്കാൻ വന്നില്ലെങ്കിൽ കൂടാര തിരുനാൾ ആചരിക്കാൻ വരാത്ത ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി അവരുടെ മേലും വരും. ഇതാണ് ഈജിപ്തിനും കൂടാര തിരുനാൾ ആചരിക്കാൻ വരാത്ത ജനതകൾക്കും ലഭിക്കുന്ന ശിക്ഷ. അന്ന് കുതിരകളുടെ മണികളിൽ കർത്താവിന് വിശുദ്ധം എന്നെഴുതിയിരിക്കും. ദേവാലയത്തിലെ കലങ്ങൾ ബലിപീഠത്തിനു മുൻപിലുള്ള കലശങ്ങൾ പോലെ പവിത്രമായിരിക്കും. ജെറുസലേമിലും യൂദായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. തന്മൂലം ബലികൾ അർപ്പിക്കുന്നവർ വന്ന് അവ വാങ്ങി ബലിയർപ്പിച്ച മാംസം അവയിൽ പാകം ചെയ്യും. ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. അധ്യായം 11. മഹാനായ അഹസ്വേരൂസിന്റെ 2-ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ജായിറിന്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിന്റെ മകൻ ഷിമേയിയുടെ പുത്രനായിരുന്നു. സൂസാ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നമിതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകരസത്വങ്ങൾ പൊരുതാനൊരുങ്ങി മുന്നോട്ടു വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന്, ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ
ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചുയർന്നു, എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നതെന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അത് അവന്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു. അധ്യായം 12. കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാഥ, താറ എന്ന ഷണ്ടന്മാരോടൊപ്പം മൊർദെഖായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവനവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശ്യം ആരാഞ്ഞറിഞ്ഞു. അവർ അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി. അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ 2 ഷണ്ടന്മാരെ വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ച് അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖയുണ്ടാക്കി സൂക്ഷിച്ചു. മൊർദെഖായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി. രാജാവ് മൊർദെഖായോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബുഗേയനായ ഹമ്മേദാഥായുടെ മകൻ ഹാമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു. അവനാകട്ടെ രാജാവിൻ്റെ ആ 2 ഷണ്ടന്മാരെ പ്രതി മൊർദെഖായെയും അവന്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു.